CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ KT, ഇത് വ്യക്തിപരമായി താങ്കൾക്ക് അറിയാവുന്ന ഒരു സൊസൈറ്റിയും ഒരു ഇഷ്യൂ ആണോ? ഇത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? ഇത് നമ്മുടെ ശ്രദ്ധയില് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നതാണ്. അതായത് ഈ സൊസൈറ്റിയിൽ പല ആളുകളിൽ നിന്നും കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അവരൊക്കെ ഇടപെട്ട് വലിയ രീതിയിൽ നിക്ഷേപം സ്വീകരിച്ചിരുന്നു. അപ്പോൾ റിട്ടയർ ചെയ്ത് പൈസയൊക്കെ ഉള്ള ആളുകൾ ആലോചിക്കുന്നത് നല്ല പലിശ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിതിന് കൊടുക്കും. അപ്പം ഇവർ 12% പലിശ ഓഫർ ചെയ്ത് നല്ല ഡിവിഡൻഡൊക്കെ പറഞ്ഞിട്ടാണ് പലരും പൈസ കൊടുക്കുന്നത്. അങ്ങനെ നിരവധി ആളുകൾ ആ സമയത്ത് തന്നെ പരാതി കൊടുത്താണ്. അപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് പോലീസിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മകളുടെയും ഭാര്യയുടെയും ഒക്കെ പേരിൽ അവിടെ നിക്ഷേപമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതോ വർക്ക് തീർക്കാനുണ്ട്, ആജി കുറച്ചും കൂടെ പൈസ തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ 24 ലക്ഷം റുപ്യ ഈ സുധീർ കുമാർ എന്ന് പറയുന്ന DCC സെക്രട്ടറിക്ക് കൊടുക്കുന്നത്. ആ പൈസക്കാണ് ഇയാൾ ചോദിച്ചത്. പക്ഷെ അതിങ്ങനെ ദിവസം പറഞ്ഞു അയാൾക്ക് പന്തികേട് തോന്നി. അപ്പൊ അയാളോട് പറഞ്ഞു, ഇനി തരുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇവൻ അയാളെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്ന രീതിയിലൊരു സമീപനം സ്വീകരിച്ചു. അങ്ങനെയാണ് പൈസ തരുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് മരിക്കും എന്ന് പറയുന്നത്. ആ പാവം മനുഷ്യൻ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്തുണ്ടാക്കിയ പണമാണ്. വടകര അങ്ങാടിയിലെ കച്ചവടമൊക്കെ നടത്തി ഉണ്ടാക്കിയ പണമാണ്. ആ പണമാണ് അദ്ദേഹം നിക്ഷേപിച്ചത്. ഈ DCCയുടെ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ഒരാൾ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ മുൻകൈയെടുത്ത് നിക്ഷേപ സമാഹരണം നടത്തുന്ന ഒരു പരിപാടി അവിശ്വസിക്കേണ്ടതുണ്ടോ? അപ്പൊ ഈ പാവങ്ങൾ ഇതിൽ നിക്ഷേപിച്ച പണം തരില്ലെന്ന് വന്നു, ഇവര് ഉഴപ്പ് ചെയ്യാൻ തുടങ്ങി. ഇതിന് കാര്യമായ വർക്കൊന്നുമില്ല. ഇത് പൈസ തട്ടിക്കാൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവര് നടത്തിയ ഒരു വലിയ ഉഡായിപ്പാണ്, വലിയൊരു വെട്ടിപ്പ് തട്ടിപ്പാണ് ഇത്. അല്ല, ഇത് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി അല്ല എന്നാണ് പ്രവീൺ കുമാർ നേരത്തെ പറഞ്ഞത്. കോൺഗ്രസിന് ഇതുമായി ഒരു ബന്ധവുമില്ല, അങ്ങനെയാണോ? അതോ നേതൃത്വം അറിഞ്ഞു തുടങ്ങിയ ഒരു സ്ഥാപനം തന്നെയാണ്? പ്രവീൺ വലിയ ബുദ്ധിമാനായിരിക്കും. പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു സൊസൈറ്റിയും രജിസ്റ്റർ ചെയ്യുന്നത് കോൺഗ്രസിന്റെ സൊസൈറ്റിയാണ്, CPMന്റെ സൊസൈറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മളൊരു സൊസൈറ്റി ഉണ്ടാക്കിയാലും ഇനി മീഡിയ വൺ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയാലും അത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന, കേരളത്തിൽ നിലനിൽക്കുന്ന സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ ഇതിന് മുൻകൈ എടുത്ത ആളുകൾ, ഇതിന്റെ ഭാരവാഹികൾ കോൺഗ്രസ്സുകാരനാണ്. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് DCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള സുധീർ കുമാർ. പിന്നീട് വന്ന ഇതിന്റെ പ്രസിഡന്റാണ് ബഷീർ മുഹമ്മദ് എന്ന് പറയുന്ന ലീഗുകാരൻ. പിന്നെ എങ്ങനെയാ അതിൽ രാഷ്ട്രീയം ഇല്ല എന്ന് പറയാ? ഇത് ഞങ്ങളുടെതല്ല. അപ്പൊ പ്രവീൺ വളരെ ബുദ്ധിമാനാണ്. ആ അവിടെ വെച്ചാൽ മതി. പാവങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നതിന് ഉടായ്പയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ അടുത്ത് വന്ന പരാതികളെ ഇപ്പോഴാണ് വന്നത്. പല ആളുകളും ഇന്നലെയും ഇന്നൊക്കെ ആയിട്ടാണ് സമീപിച്ചത്. ഈ സംഭവത്തിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അത് ഏറ്റെടുക്കും. ഇവർക്ക് പണം തിരിച്ചു കിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതിലെല്ലാം അപ്പുറത്ത് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം സമ്പാദിച്ചുണ്ടാക്കിയ പണം നിക്ഷേപിച്ച ആളുകൾ അത് തിരിച്ചു കൊടുക്കാത്തതില് നിരാശനായിട്ട് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന ബോധത്തിലാണ് അദ്ദേഹത്തെ പറ്റിച്ച ആളുടെ വീട്ടിൽ പോയിട്ട് അയാൾ പെട്രോൾ ഒഴിച്ച് തീയിട്ട് മരണപ്പെട്ടത്. അതൊരു ആത്മഹത്യയല്ല, ഒരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് കൊലപാതകത്തിൽ കേസെടുത്ത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം, പണം തിരിച്ചു കൊടുക്കാനുള്ള നടപടികളുണ്ടാകണം. അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭം CPM നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് പറ്റാവുന്ന എല്ലാ ആളുകളെയും സഹകരിക്കും. യെസ്. അപ്പോൾ ഇബ്രാഹിം ഹാജിയുടെ മരണത്തിൽ ശക്തമായ സമര പ്രക്ഷോഭ പരിപാടികളിലേക്ക് CPM കടക്കുമെന്നാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്.